വേണ്ട ഉദ്യോഗസ്ഥരില്ലാതെ പരാധീനതകളുടെ നടുവിൽ വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷൻ. SI സ്ഥലം മാറിപ്പോയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുള്ളത് വിരലിലെണ്ണാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്റ്റേഷനാണ് ഈ ദുരവസ്ഥ. ഞാൻ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇലകവൺ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞങ്ങളൊക്കെ എപ്പോഴും പല ആവശ്യങ്ങൾക്കും ചെല്ലുന്നതുമായ ഒരു സ്റ്റേഷനാണ്. പക്ഷേ ആ പോലീസ് സ്റ്റേഷന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം വളരെ ദയനീയമാണ്. SI 3 മാസക്കാലമായി അദ്ദേഹം ഇവിടെ സ്ഥലം മാറിപ്പോയി. പകരം ഒരു നിയമനം ഇതുവരെ വന്നിട്ടില്ല. വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷൻ എന്നത് പറഞ്ഞാൽ തീരാത്ത പ്രാധാന്യമുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. ടൂറിസം മേഖലയായ വർക്കല കാപ്പിൽ തീരത്തിന്റെ കാവൽ ചുമതലയുള്ള പോലീസ് സ്റ്റേഷൻ കൂടിയാണ് ഇത്. തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകളും മറ്റ് ഗുരുതര കുറ്റകൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ കോളനികൾ ഉള്ള ഇവിടം കോളനികൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് വ്യാപനത്തെ തടയിടേണ്ടതും അയിരൂർ പോലീസിന്റെ മാത്രം ചുമതലയാണ്. ഈ കോളനികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ നിരന്തരമായ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ പോലീസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയും ദയനീയമാണ്. ചുമതലകളും പ്രവർത്തന മേഖലയും വലുതാണെങ്കിലും അയിരൂർ പോലീസ് സ്റ്റേഷന് എന്നും പറയാനുള്ളത് പരാധീനതകളുടെ കഥകൾ മാത്രമാണ്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന സ്റ്റേഷൻ കെട്ടിടം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ കാവൽ ചുമതലയിലുള്ള അയിരൂർ പോലീസ് സ്റ്റേഷനിൽ മതിയായ പോലീസ് ഉദ്യോഗസ്ഥരും ഇല്ല എന്നതാണ് വാസ്തവം. സ്റ്റേഷൻ ചുമതല നിർവഹിക്കേണ്ട SHOയും SIയും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. 3 മാസങ്ങൾക്ക് മുൻപ് സ്ഥലം മാറിപ്പോയ സബ് ഇൻസ്പെക്ടറിന് പകരം പുതിയ ആൾ ഇതുവരെയും ചാർജ് എടുത്തിട്ടില്ല. സ്റ്റേഷൻ ഓഫീസർ മെഡിക്കൽ ലീവിലുമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ. ചോർന്നൊലിക്കുന്ന പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പോലീസുകാരുടെ അഭാവവും ഈ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. സ്റ്റേഷന്റെ പരാധീനത കാരണം ഇവിടെ എത്തുന്ന ഓഫീസർമാർ സ്വാധീനം ഉപയോഗിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയാണ് പതിവെന്നും പറയപ്പെടുന്നുണ്ട്. സ്റ്റേഷൻ പ്രവർത്തനം താറുമാറായതോടുകൂടി മേഖലയിൽ അക്രമികളും സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാടുകയാണ് എന്നാണ് പൊതുജനാഭിപ്രായം. കേസ് കൊടുത്താൽ വരാൻ പോലീസില്ല, അന്വേഷിക്കാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ സ്ട്രെങ്ത് ഇല്ല. പരസ്യ മദ്യപാനവും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും മേഖലയിൽ വർദ്ധിച്ചു വരുന്നതായാണ് നാട്ടുകാരുടെയും പരാതി. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പോലും ഇവിടെ കാര്യക്ഷമമായി നടക്കുന്നില്ല. സ്റ്റേഷന്റെയും പ്രവർത്തന മേഖലയുടെയും പ്രാധാന്യം മനസ്സിലാക്കി അയിരൂർ പോലീസ് സ്റ്റേഷന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി തങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. വിസ്മയ ന്യൂസ്, വർക്കല.